കർത്താവിൻ്റെ ധന്യമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും ഒക്കെ ദൈവത്തിൻ്റെ കൃപയാൽ നാം ജയിച്ചാണ് ഇതുവരെയും എത്തിച്ചേർന്നത്. മനുഷ്യജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരമില്ല. സ്തോത്രം. ഒരു സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന കൊച്ചു കുഞ്ഞ്, അത് പ്രീ പ്രൈമറി ആയിക്കോട്ടെ, LKG ആയിക്കോട്ടെ, അവിടെ മുതൽ ആ കുഞ്ഞിന് അക്ഷരങ്ങൾ പഠിക്കുവാനും മാത്തമാറ്റിക്സ് പഠിക്കുവാനും ലാംഗ്വേജ് പഠിക്കുവാനും അത് എഴുതുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനും അതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. മനുഷ്യരുടെ എല്ലാ മേഖലകളിലും അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ വിചാരിക്കും രാഷ്ട്രത്തലവന്മാർ വളരെ സുഖിച്ച് ജീവിക്കുകയാണ്. അവർക്ക് ലോകരാഷ്ട്രങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരും, നേതാക്കന്മാരെ സംസാരിക്കേണ്ടി വരും. പല രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കേണ്ടി വരും. അമേരിക്കയുടെ പ്രസിഡന്റ് ബഹുമാനായ ട്രംപിന് പ്രശ്നങ്ങളില്ലെന്നാണോ ആളുകൾ വിചാരിക്കുന്നത്? സ്തോത്രം. അദ്ദേഹത്തിന് ഏറ്റവും അധികം പ്രശ്നങ്ങളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. സ്തോത്രം. എന്നാൽ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അതൊരു വലിയ പ്രശ്നമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സ്തോത്രം. യേശു തന്നെ നമ്മോട് പറയുന്നുണ്ട്, നമുക്ക് ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്. ഈ കഷ്ടങ്ങളെല്ലാം അതിജീവിച്ചിട്ടാണ് യേശു ലോകത്തെ ജയിച്ചത്. സ്തോത്രം. മനുഷ്യർക്കുണ്ടാകാവുന്ന എല്ലാ കഷ്ടങ്ങളും നമ്മുടെ കർത്താവ് അനുഭവിക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തവനാണ്. സ്തോത്രം. ഈ നമ്മുടെ കർത്താവ് അനുഭവിച്ച അത്രയും കഷ്ടങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളാരും അനുഭവിച്ചിട്ടില്ലല്ലോ. അതിൻ്റെ 1000-ൽ1 അംശം നമ്മളാരും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. നമ്മളാരും ഹല്ലേലൂയ അതിനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ കർത്താവ് പറയുന്നു, ഇൻ ദ വേൾഡ് യു ഹാവ് ട്രിബുലേഷൻ, ബട്ട് ടേക്ക് കറേജ്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. അതെ, പ്രശ്നങ്ങൾക്ക് കർത്താവ് നൽകിയിരിക്കുന്ന പദം കഷ്ടങ്ങളെന്നോ ട്രിബുലേഷൻ എന്നോ ആണ്. സ്തോത്രം. വളരെ കാഠിന്യമേറിയൊരു വാക്കാണ് ട്രിബുലേഷൻ. മറ്റുള്ളവരാൽ സഹിക്കപ്പെടേണ്ടി വരുന്ന പീഡനങ്ങൾ. സ്തോത്രം. നമുക്കെല്ലാവർക്കും അവരവരുടേതായ നിലയിൽ കഷ്ടങ്ങളുണ്ട്. ഒരു കൊച്ചു കുഞ്ഞു തുടങ്ങി വാർദ്ധക്യത്തിലെത്തിയ വൃദ്ധജനങ്ങൾക്ക് വരെ കഷ്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. സ്തോത്രം. എന്നാൽ അവയെല്ലാം അതിജീവിക്കണമെങ്കിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് അതിനെ അതിജീവിച്ച നമ്മുടെ കർത്താവ് യേശുവിൽ നാം ആശ്രയിക്കണം. അതുമാത്രമാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് ചാടുവാനുള്ള ഏക പോംവഴി. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ നാം യേശുവിനോട് പറഞ്ഞാൽ യേശു പറഞ്ഞു തരും അതിന് ഉള്ള പരിഹാരമാർഗം. കാരണം എല്ലാ കഷ്ടങ്ങളെയും കർത്താവ് അതിജീവിച്ചവനാണ്. അതുകൊണ്ടാണല്ലോ അത്ര ധൈര്യമായി നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, അതുകൊണ്ട് നാം ധൈര്യപ്പെടണം. എത്രയോ പേര് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നു.
അത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ധനവാന്മാർ വരെ, ബുദ്ധിമാന്മാർ വരെ, വളരെ അറിവുള്ളവർ, എത്രയോ ഹല്ലേലൂയ ശ്രേഷ്ഠരായ വ്യക്തികൾ, അവർക്ക് ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ കഴിയാതെ ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ നാളുകളിലും കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് ഞാൻ പറയട്ടെ, പ്രശ്നത്തിൽ നിന്ന് ഓടി ഒളിക്കുകയല്ല വേണ്ടത്. പ്രശ്നത്തെ കർത്താവ് പഠിപ്പിച്ചതുപോലെ ധൈര്യമായി അഭിമുഖീകരിക്കുക. സ്വയം അതിന് നമുക്ക് കഴിവും പ്രാപ്തിയും ഇല്ലെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ, എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറുവാൻ അങ്ങ് ഒരു മാർഗം ഉപദേശിച്ചു തരണമേ. എനിക്കതിന് കഴിവില്ല, എൻ്റെ സ്വന്തം ബുദ്ധിയാൽ എനിക്കതിന് പ്രാപ്തിയില്ല. അതുകൊണ്ട് ഞാനിതാ കർത്താവിൽ ആശ്രയിക്കുകയാണ്. നിശ്ചയമായും ആരെങ്കിലും അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തങ്ങളുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നുവെങ്കിൽ ഒരു വിടുതൽ നിശ്ചയമാണ്. ലോകത്തിൽ നമുക്കുള്ള എല്ലാ കഷ്ടങ്ങളെയും കർത്താവിൻ്റെ കൃപയാൽ അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്, ധൈര്യപൂർവ്വം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുകയാണ് വേണ്ടത്. അത് നമ്മുടെ സ്വന്തം കഴിവിൽ നമുക്ക് സാധ്യമല്ല, എന്നാൽ യേശുവിനാൽ അത് സാധ്യമാകും. പ്രിയപ്പെട്ടവരെ, ഈ വചനം നിങ്ങളെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ധൈര്യമായി ഒരു ഹല്ലേലൂയ പ്രത്യാശയായി പരിണമിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമ്മുടെ കർത്താവിനൊരു കാര്യം അസാധ്യമല്ല. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിഷയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവ് സഹായിക്കും. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് പൂർണ്ണമായിട്ടും കർത്താവിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളെ ഞങ്ങൾ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.